इधर कोई दूसरा साइकिल शॉप नहीं है? दूसरा साइकिल शॉप तो नहीं है। हाँ, इधर अभी ऑल ओवर साउथ में आपका सिर्फ मिलेगा। साउथ में एक ही है। हाँ जी। हाँ, എന്തുട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മളേ ഇന്നലെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പമ്പിലാകെ തിരക്കാർന്ന് രാത്രിയായിപ്പോൾ. അങ്ങനെ ഉറക്കമൊക്കെ പോയി. അങ്ങനെ ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയിരിക്കണം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൈക്കിൾ വർക്ക്ഷോപ്പ് ഒന്ന് വന്നു. സൈക്കിൾ ഇടയൊക്കെ കൊണ്ടുപോകണം ആദ്യം പോയിട്ട്. ഗിയറും വർക്ക് ചെയ്യുന്നില്ല, വീലിൻ്റെ ബെയറിങ്ങും പൊട്ടി ഒക്കെ പൊട്ടി. വേറെ വിളിച്ചിട്ട് ഫോണിക്കില്ലേ പോയി നോക്കണം. ഇന്നലെ ഉറങ്ങാത്തതാണ് ഒരു സുഖമില്ല. ഒരു ദിവസം സ്റ്റേ എടുത്താലൊന്നുണ്ട്, പക്ഷേ സൈക്കിൾ കൊണ്ടുപോയി വേണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് പിന്നെ സൈക്കിൾ കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അതിനുള്ള തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്തിട്ട് പോകാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ഞാൻ ഇവിടെ സൈക്കിൾ കൊടുത്ത് വന്നിട്ട് ഞാനിവിടെ ടാക്സി സ്റ്റാൻഡ് നോക്കി വന്നതാ. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് റോഡ് സൈഡിലാട്ടാ ഫുള്ള് റോഡ് സൈഡിലിരുന്ന് നിൽക്കണുണ്ട് എല്ലാവരും. നല്ല രസമായിട്ടില്ല കാണാൻ. ഇതൊക്കെ എന്തൊരു സാധനം മനസ്സിലാവണില്ല. എന്നിട്ട് വന്നിട്ടാ ഇതൊക്കെ സബ്ജിയാണ്. സബ്ജി അവിടെ ഫുള്ളല്ല, അവിടെ ഉണ്ട് പേരയ്ക്ക കോഴീനിട്ടുള്ള നോക്കി. രണ്ട് സൈഡിലും പച്ചക്കറികളൊക്കെ ആയിരിക്കും. ഇവര് അവില് നന്നായിട്ട് കഴിക്കൂട്ടോ. അവില് കണ്ടില്ല, എല്ലായിടത്തും ഉണ്ട് അവില്. പച്ചക്കറികൾ ഒക്കെ ഓർഗാനിക് സാധനങ്ങളാന്ന് പറഞ്ഞേ. ക്യാരറ്റ് പക്ഷെ ഇവിടെ ഉണ്ട്. ക്യാരറ്റ് അവിടെ ഉണ്ടാവും. നല്ല തണവുള്ള സ്ഥലമല്ലേ. ഈ മുളകാട്ടതിൽ ഏറ്റവും കൂടുതൽ എരിവുള്ള മുളക് എന്ന് പറയുന്നത്. രണ്ട് സൈഡിലുണ്ട്. പക്ഷെ വെറൈറ്റി സാധനങ്ങളൊന്നും കൂടുതൽ കാര്യമായിട്ട് കാണാനില്ല. ഉള്ള പക്ഷെ ഓർഗാനിക്കാണ്. ഇഞ്ചി വരണ്ടല്ലോ ഇനി. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊരു അത്യാവശ്യം വലിയ മാർക്കറ്റ് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം നേരെ പോയിട്ട് വരാം. ഇന്ന് സൺഡേ അല്ല, കാരണം കൊണ്ട് സൺഡേ മാർക്കറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് ജോർദാനിൽ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ കിട്ടി. എന്തായാലും നന്നായി. സൈക്കിൾ ഇടയായിരുന്നത് കണ്ടല്ലോ, അത് കാണില്ല. ഇതെന്തൊരു സാധനം? പേരയ്ക്ക. ഇത് മറ്റേ മുളകരൊക്കെ മുമ്പാ കൊണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിട്ടാണാവോ? ഇത് വലിയ മാർക്കറ്റാട്ടോ. കഴിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങോട്ടും മൊത്തമായിട്ടുണ്ട് തോന്നുന്നത് മാർക്കറ്റ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇഞ്ചി നോക്കി. പാനിപ്പൂരി. ചെടികൾ നോക്കി. ഇത് പച്ചക്കറി മാർക്കറ്റ് മാത്രമാണത്. പച്ചക്കറി മാത്രമായിട്ട് ഇത്ര ദൂരാ. ഇതെല്ലാ വഴിയിലുണ്ടോ? എനിക്ക് ഇവിടെയൊക്കെ മൊത്തം കിട്ടുന്നത്. നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയില്ല, കാരണം നടന്ന് കാണാം. ഇവിടെ ഇതുപോലെ നമുക്ക് അടുപ്പായി. ഇതാണ്ട് മെയിൻ മാർക്കറ്റ് വരുന്നത്. ഉണക്കമീൻ നോക്കി. കുറേ തരം മീനുകളുണ്ടല്ലോ. ഇതിലൊക്കെ മീൻ തന്നെയാണ് ഉണ്ടല്ലോ. ഇതൊക്കെ മീനാട്ടോ. ഇവിടെ മുളകും പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. भाई ये क्या है?
चुरपी मतलब दूध का बनता है, पनीर बनता है ना वैसे। हाँ पनीर बंद बोले तो ये खाइएगा। ആ എന്തോ സാധനം മനസ്സിലായിരുന്നില്ല. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മസാലപ്പൊടി, ദാൽ ഐറ്റംസ്. എല്ലാ വഴിയും ഉണ്ട് കണ്ടില്ലേ. കുറേ ഉണ്ട്. എന്തായാലും വന്നല്ലോ, നടക്കാൻ പറ്റും പരിപാടിയൊന്നുമില്ലല്ലോ. ഇവിടെ കണ്ട, ഇവിടെ നോർമലായിട്ട് കാണണം ഈ പഴം. എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെറുതെ ഉണ്ടായി നിൽക്കണം. മീനൊക്കെ നോക്കി വറക്കാൻ പറ്റിയ മീനാ, ഉണക്കമീനാണ് കേട്ടോ. ഇന്നലത്തേൽ രാത്രി തണോ ഇന്ന് പെട്ടെന്ന് ചൂടുകൊണ്ടില്ലെങ്കിൽ തൊണ്ടായന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്ഷീണാണ് ഉണ്ടൊക്കെ അതോ എനിക്കില്ല വരുന്നിട്ട്. അവിലി അവിലി കണ്ടവാണ് കിട്ടാണ്ട് ഇവിടെ. കത്തി ഐറ്റംസ്. भाई ये मार्केट का क्या बोला? जोरतान मंडी, जोरतान सब्जी मंडी. हाँ जोरतान सब्जी मंडी है. ഹേയ് ബോല. ആ ഹേയ് ബോല അങ്ങനെയൊക്കെ പറയുന്നു. ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ആവുന്നുണ്ട്. മറ്റേ മെയിൻ മാർക്കറ്റ് പോലത്തെ ഒരു മാർക്കറ്റിന് ലുക്ക് ഉണ്ട്. കണ്ടോ, കണ്ടില്ലേ ഫ്രണ്ടില് ഇതപ്പത്തേക്ക് കിടക്കാന്ന്. പ്രത്യേകിച്ച് പണിയില്ലാത്ത കാരണം നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സൈക്കിൾ നന്നാക്കോടുന്നുള്ളത് ജോർദാനിൽ സിക്കിം MTB ഷോപ്പ് എന്നുള്ള ഷോപ്പാണ്. കണ്ടില്ലേ, ഒരാൾ പണിയെടുത്തോണ്ടിരിക്കുക, സൈക്കിളോട് ഇരിക്കുന്നുണ്ട്. ये कोई नहीं है, आपका ड्यूटी चालू अच्छा है ये करती है. അങ്ങനെ കണ്ടില്ലേ. എത്ര MTB ബൈക്ക് റെൻറ്റ് സ്റ്റാർട്ട് 200 MTB ബൈക്ക് സ്റ്റാർട്ട് ഫ്രം 12K ആൻഡ് എബോവ്. ഈസി ഫൈനാൻസ് അവൈലബിൾ. അങ്ങനെയാണ് പരിപാടി. കണ്ടില്ല മക്കളെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ആളവിടെ പണിയെടുക്കട്ടെ, ആൾക്കെന്തോ കുറച്ചിലായി എന്നുണ്ട്. നമ്മുടെ ബായി സൈക്കിളൊക്കെ റെഡിയാക്കുന്നുണ്ട്. എനിക്ക് ഗ്യാരണ്ടി. भाई आपका नाम क्या है? मेरा नाम जीवन. जीवन. इधर कितने साल हो गया? मेरा तो हो गया आपका 4 साल. 4 साल इधर ही है. आपका घर इधर ही है? मेरा घर तो नामची है. ना नामची है. हाँ, इधर कोई दूसरा साइकिल शॉप नहीं है? इधर दूसरा साइकिल शॉप तो नहीं है. हाँ, इधर अभी ऑल ओवर साउथ में आपका सिर्फ मिलेगा. साउथ में एक ही है. हाँ जी. हाँ हाँ, आपको गैंगटॉक वेस्ट में तो मिल सकता है, पर आपका साउथ में सिर्फ जो सर्विस आपका जितना भी है ना, हाँ. उसका आपका हम्म, MTB शॉप में होता है. हम्म. നല്ല വൃത്തിക്ക് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരു പറഞ്ഞാൽ ആകെ വെഗളി പിടിച്ചിട്ടൊക്കെ ചെയ്യുക. ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ശാന്തിയിലാണ് ചെയ്യണേ. ആളൊക്കെ പണിയെടുക്കട്ടെ. പണിയെടുത്ത് കഴിഞ്ഞിട്ട് വരാം. ആൾക്ക് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കേണ്ട വെറുതെ. അങ്ങനെ നമുക്ക് സൈക്കിളൊക്കെ റെഡി ആക്കുന്നുണ്ടോ? ഓക്കെ ബൈ, താങ്ക് യു, ബൈ. ഓക്കെ सिर्फ राइट. ആ ഉസ്കാ ഓണർ കാ ബോലോ, താങ്ക് യു ബോലോ. ആ ഓക്കെ. അങ്ങനെ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വന്നിട്ടോ. ഇത് നല്ല ആൾക്കാരാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, കയ്യിൽ പൈസ ഇല്ല എന്നെനിക്ക് ചെയ്ത് തരണം. കുഴപ്പമില്ല രണ്ട് വായെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കുന്നു. ഞാൻ ഇതിനെ വിളിച്ചിട്ടുണ്ടാവുന്ന വരെ അപ്പോൾ വന്നിട്ട് റെഡി ആക്കുന്നു. ഫുള്ള് സെറ്റായില്ല കാര്യങ്ങൾ കണ്ടിട്ട്. ഇതാണ് ഷോപ്പ് വരെ, സിക്കിം MTB ഷോപ്പ്. അങ്ങനെ നമ്മുടെ ബായി നല്ല ആളാട്ടാ. അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെ കേട്ടാ. ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്, ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഇല്ലേ,
അങ്ങനെ ഞാനിന്ന് പോയിട്ടില്ലല്ലോ. അങ്ങനെ അവിടുത്തെ ചെക്കൻ വീണ്ടും വിളിച്ചു കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ 12 മണിയാകുമ്പോൾ വിളിച്ചത്. 1 മണിയായി ഞാൻ കുളിക്കാനൊക്കെ പോയി വന്നു. അങ്ങനെ ആ റെസ്റ്റോറൻ്റ് ആട്ടോ അവിടെ വിളിച്ചല്ലോ. ബെറ്റോന ഓക്കെ കൂട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടിരിക്കുക തൽക്കാലം. അങ്ങനെ പരിപാടി വന്നിട്ടുണ്ട്. സുഖമായി എന്തായാലും ബാർ റെസ്റ്റോറൻറ്റിൽ കയറുന്നിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് പോവാ. കണ്ടില്ലേ കുറേ ഫുഡൊക്കെ ഓർമ്മ വന്നിട്ട് അവർ ഒന്ന് ഇതൊക്കെ ഇന്ന് കഴിക്കാം. നോക്കി നല്ല സൈഡിൽ നമ്മളെ ദീദിയാണ് കുറഞ്ഞു വന്നിട്ടുള്ളത്. ഹായ് താങ്ക് യു. കണ്ടില്ലേ ഉള്ള സാധനങ്ങൾ കുറഞ്ഞു വന്നിട്ട് സെറ്റാണ്. കഴിക്കട്ടെ കേട്ടോ. ആ ഹോട്ടലിൽ പൂരാ വീഡിയോ. അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ രാത്രി 10 മണിയായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറമെന്ന് കഴിക്കാന്നുള്ള പരിപാടി നടന്നു. വേണം നോക്കുമ്പോൾ ഇവിടെ 7 മണി 7:30 ആകുമ്പോഴേക്കും കടവെള്ളം അടയ്ക്കുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചില്ല പോയി കഴിക്കുക എന്താ പറയാത്തതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഉച്ചയ്ക്ക് കഴിച്ചു എന്ന് പറഞ്ഞു കൊടുന്നു. അപ്പോൾ അവർ പറയാം അല്ല നമുക്ക് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോളിക്കെല്ലാം പറഞ്ഞു. അങ്ങനെ ഈ ഹോട്ടലിലത്തെ ആൾക്കാർ കിടന്നു കൊണ്ടിട്ട് പാവാണ്ട് ഒരു വിളിച്ച് പറഞ്ഞിട്ട് എന്തൊക്കെ വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡ് വരെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി. ആ ഇവരാണ് നമുക്ക് എന്നും ഫുഡ് ഉണ്ടാക്കിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാം. ചോറ് ചിക്കൻ കറി പരിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പടപടക്കുകയാണ് എഴുന്നേറ്റ് കുഴപ്പമില്ല. ചിക്കൻ തന്നെ കോളിഫ്ലവറും ഒക്കെ ഉണ്ട് ഇവിടെ. യാതൊരു രസം. അപ്പോൾ ശരി ഓക്കെ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ കിടക്കാനുള്ള പരിപാടി കേട്ടാ. ഇതാ ഇതൊക്കെയാണ് ബായ്. ഹായ് ഇതൊക്കെയാണ് ബായ്. दूसरा भाई ये बड़ा भाई किधर है? मैनेजर चला गया വേറെ മാനേജറിൻ്റെ നടന്നാൾ പോയിന്ന്. അപ്പോൾ ഞാൻ എന്തായാലും കിടക്കാൻ നോക്കട്ടെ ഏട്ടൻ ചെയ്യും. ഓക്കെ